മറ്റ് രാജ്യങ്ങൾ നടക്കുമ്പോൾ കാറിൽ സഞ്ചരിക്കുന്നവരാണ് ചൈന. മറ്റുള്ളവർ മനസ്സിൽ കാണുന്നത് ചൈന മാനത്തുകാണ്. വിമാനത്തേക്കാൾ വേഗതയുള്ള ട്രെയിനാണ് ചൈനയുടെ ഏറ്റവും പുതിയ മാനത്തുകാണൽ. വരുന്ന ഏതാനും പതിറ്റാണ്ടിൽ ഇവർ ഇത് യാഥാർത്ഥ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണിക്കൂറിൽ 1243 മൈൽ താണ്ടുന്ന ട്രെയിനാണ് പദ്ധതിയിലുള്ളത്. അതായത് ഒരു ബോയിംഗ് 737 വിമാനത്തിന്റെ ഇരട്ടിയിലധികം വേഗത. ഡീപ് സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനുകളിൽ പരീക്ഷിക്കുക. പ്രാരംഭ പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ 623 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചു. 2 കിലോമീറ്റർ മാത്രം നീളമുള്ള ട്രാക്കിൽ നടത്തിയ പരീക്ഷണ ഓട്ടത്തിലാണ് ഈ നേട്ടമുണ്ടായത്. അടുത്ത ഘട്ട പരീക്ഷണങ്ങൾ 60 കിലോമീറ്റർ നീളമുള്ള ട്രാക്കിൽ നടത്തും. ഈ പരീക്ഷണത്തിൽ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയാണ് ലക്ഷ്യം. ഈ ഫ്ലൈറ്റ് എന്നാൽ ഫ്ലോട്ടിംഗ് ട്രെയിനുകൾ എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ്. ബോഗികളെ കാന്തം കൊണ്ട് ട്രാക്കിൽ നിന്ന് ഉയർത്തി ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനാൽ പാളങ്ങളിലൂടെ ട്രെയിൻ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തിൽ നഷ്ടമാവുന്ന വേഗതയും ഇവിടെ സംരക്ഷിക്കപ്പെടും. ട്രെയിൻ യാത്രയുടെ ഒച്ച കുറയുമെന്നത് മറ്റൊരു പോസിറ്റീവ് വശം. വളരെ മുമ്പ് തന്നെ ടി ഫ്ലൈറ്റ് എന്ന ആശയം നിലവിൽ വന്നിരുന്നെങ്കിലും ആരും അന്ന് ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. 2013 സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്കിലൂടെയാണ് ടി ഫ്ലൈറ്റിന് ജീവൻ വെക്കുന്നത്. ഇനി വരുന്ന വാക്യൂം ട്യൂബുകളിൽ നിലവിലെ വേഗതയേക്കാൾ 7 മടങ്ങ് വരെ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വാർത്തകൾ. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗതയാണ് ട്രെയിൻ പ്രതീക്ഷിക്കുന്നത്. അതിന് സാധിച്ചാൽ നാസയുടെ പരീക്ഷണ ഘട്ടത്തിലുള്ള